സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം സംബന്ധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ചകൾ നടന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാൻ സർക്കാരിന് ശാസ്ത്രീയമായി കഴിയുന്നില്ലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക സർക്കാർ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. രോഗനിയന്ത്രണത്തിന് സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം തേടണം. ഗുരുതരമായ നിലയിലേക്കാണ് കേരളത്തിലെ ആരോഗ്യ മേഖല പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചവർക്ക് വരുന്നുണ്ട്, പല രീതിയിൽ വരുന്നുണ്ട്. മരണമാണ്. നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണണ്ടേ? നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ലക്ഷണമെന്നോ എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ എന്നോ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എക്സ്പേർട്ട് ഏജൻസികളെ സമീപിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. രോഗം പടരുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പിന് ഒരു അറിവുമില്ലെന്ന് PC വിഷ്ണുനാഥ് ആരോപിച്ചു. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി സമ്പൂർണ്ണ പരാജയമാണെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യരംഗം പ്രതിസന്ധിയിലാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് PI മധുസൂദനൻ പ്രതികരിച്ചു. ആരോഗ്യ മേഖലയിൽ ഇടത് സർക്കാർ 4 വർഷത്തിൽ 51,000 കോടി രൂപ ചെലവാക്കിയതായും അദ്ദേഹം സഭയെ അറിയിച്ചു. സർക്കാർ സംവിധാനങ്ങളെ ആക്ഷേപിക്കുന്ന നടപടികളാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് ആസൂത്രിതമായ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും അവർ ആരോപിച്ചു. കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അടച്ചാക്ഷേപിക്കുകയാണെന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായി വീണ ജോർജ് പറഞ്ഞു. സർ, ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ മികച്ച നിലയിലെത്തി എന്നുള്ളത് നമ്മളെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സർ. അത് അഭിമാനമാണ് എന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് ഒരു അപമാനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊരു അപൂർവ രോഗമാണെന്നും എന്നാൽ ഇതിന് പരിശോധനാ പ്രോട്ടോകോൾ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എല്ലാ ജില്ലകളിലും കൃത്യമായ പരിശോധനാ സംവിധാനമുണ്ടെന്നും വീണ ജോർജ് അറിയിച്ചു. ഇപ്പോ കേരളത്തിൽ ഇത് PCR ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു. കോഴിക്കോടും ഉടനെ തന്നെ PCR സംവിധാനം ആരംഭിക്കുന്നതാണ്. പക്ഷെ അതിന്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക ജ്വരം അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല, എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ്. മറുപടിക്കിടെ പ്രമേയ അവതാരകൻ N ഷംസുദ്ദീനെതിരെ മോശം പ്രയോഗം നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.